ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റ് വ്ളോഗെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ട് കാളിദാസും കൂടെ ഒരു ട്രിപ്പ് പോയേക്കാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് അമ്പലപ്പുഴ വരെ പോയതാണ്. അമ്പലപ്പുഴ എന്ന് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതാണ് കേട്ടോ. അങ്ങനെ 3:40 ഏറനാട് എക്സ്പ്രസ്സിൽ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കയറി ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലപ്പുഴ സ്റ്റേഷനിലെത്തി കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് വരാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രെയിൻ തന്നെയായിരുന്നു ഇത്. വലിയ തിരക്കുകളൊന്നുമില്ലാതെ നമ്മൾ അങ്ങെത്തി. ഇവൻ ഒറ്റയൊരുത്തനാണ് കേട്ടോ എന്നെ ഈ വ്ളോഗ് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെ അവൻ പറയുന്നത് കേട്ട് വ്ളോഗിങ്ങും സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളൊന്ന് ഫ്രഷായി. പിന്നെ അമ്പലപ്പുഴയിൽ നിന്ന് ക്ഷേത്രം വരെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് നടന്നു പോവുകയാണ്. 1 കിലോമീറ്റർ, അത്യാവശ്യം ഒരു 1 കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ട്. ഓട്ടോയിൽ പോവുകയാണെങ്കിൽ ഒരു 40 രൂപ ചാർജേ ഉള്ളൂ. പിന്നെ ഇവ ഉള്ളത് കൊണ്ട് ഞാൻ നടന്നു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്പലത്തിൻ്റെ കവാടമൊക്കെ എത്തി. ലാസ്റ്റ് ടൈം ഞാനിവിടെ വരുന്നത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നടന്നപ്പോഴാണ് കേട്ടോ. അന്ന് വന്ന് തൊഴുത് പായസമൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു. നമ്മൾ ചെന്ന ഉടനെ ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറി. തൃക്കൈ വെണ്ണയും ത്രിമധുരവും കഴിപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്ന് അത് വാങ്ങിയിട്ട് നമ്മൾ ഉള്ളിൽ കൊടുത്താണ് നീതിക്കുന്നത്. രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ശീവേലി നടക്കുകയാണ് കേട്ടോ. ആളുകൾ അതിനോടൊപ്പം നടന്നു പോകുന്നത് കണ്ടു. ഇങ്ങനെ കുറേ വലം വെച്ചിട്ട് അവർ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാം ഒരു കൗതുകത്തോടെ ഞങ്ങൾ രണ്ടുപേരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ഉള്ളിൽ കയറി തൊഴുത് പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ഇതാണ് മണിക്കിണർ. ഈ കിണറ്റിലെ വെള്ളം എടുത്തിട്ടാണ് പാൽപ്പായസം ഉണ്ടാക്കാനും ബാക്കി ക്ഷേത്രത്തിലേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളം എടുക്കാറുള്ളത്. നമ്മൾക്കിതിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. എന്നാലും അവിടെ ഉള്ളവരത് തുറന്ന് വെള്ളം എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പോയ സമയത്ത് ഒരു മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇടയ്ക്ക് വെയിലും വരുന്നുണ്ട്. അങ്ങനെ മാറി മാറി വരുന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത് തന്നിരുന്നത്. ആദ്യമായിട്ടൊരു ലോട്ടറി എടുക്കുകയാണ് കാളി. ഒരു പയ്യൻ ലോട്ടറി വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നീട് അത് അടിച്ചില്ല, അത് വേറെ കാര്യം. എന്നാലും അവൻ്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ഗൈസ്. ഇതവൻ പറഞ്ഞിട്ടൊന്നും എടുത്തല്ല കേട്ടോ. എന്നാലും എൻ്റെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. അമ്പലത്തിൻ്റെ മറ്റൊരു എൻട്രൻസ് വഴി ചെല്ലുന്ന ഭാഗമാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയുള്ള വ്യൂ ആണെന്ന് നോക്കിക്കേ. കുളത്തിന് പിന്നിലായിട്ട് ആ അമ്പലം നിൽക്കുന്ന കാണാൻ. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. പിന്നെ ഈ കുളത്തിൽ നിറയെ മീനുകളും ആമകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇതേ നോക്കിക്കേ ഒരു ആമ തലമുക്കിക്കൊണ്ട് വന്നത്. പിന്നീട് അധിക നേരം ഞാൻ അവിടെ നിന്നില്ല. നേരെ എൻ്റെ പ്രധാന ഉദ്ദേശമായിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കൗണ്ടറിലേക്കാണ് ഞാൻ പോയത്. 11 മണിയാകുമ്പോഴേ അവിടെ റെസിപ്റ്റ് കൊടുത്തു തുടങ്ങുള്ളൂ. എന്നാലും ഞങ്ങൾ 8 മണിക്ക് ക്യൂവിൽ ചെന്ന് നിന്നു. നമ്മളായിരുന്നു ഏകദേശം ആദ്യമേ വന്ന് നിൽക്കുന്നവർ. ഇതേ കണ്ടില്ല, വേറെ ആരും വന്നിട്ടില്ല. അപ്പോഴേക്കും തൃക്കൈ വെണ്ണയും ത്രിമധുരമൊക്കെ എത്തിയിട്ടുണ്ട്. കാളി അത് പോയി നീതിച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു മധുരപ്രേമി ആയതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് തന്നെ ഞാനത് കഴിച്ചു തീർത്തു. ഈ തൃക്കൈ വെണ്ണയും ത്രിമധുരവും നമ്മൾ ഉള്ളിൽ കൊണ്ടു ചെന്നിട്ട് അവിടുന്ന് റെസിപ്റ്റ് എഴുതി അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്കത് വാങ്ങാനായിട്ട് പുറത്ത് അവർ തന്നെ കൊണ്ടുതരും കേട്ടോ, നീതിച്ചിട്ട്. അങ്ങനെ ഞാനും കഴിച്ചു, അവനും ഇരുന്ന് കഴിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാനൊരു വെണ്ണക്കൊതിയും തന്നെയാണ് കേട്ടോ.
അവനോട് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പോൾ അവന് ചെറിയ നാണം ഉണ്ടായിരുന്നു. പതിയെ ആൾക്കാരൊക്കെ കൂടി തുടങ്ങി. തൂണിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാലും പുറകിലേക്ക് കുറേ പേര് പിന്നെയും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 8 മണി തൊട്ട് വെയിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഒരാൾ കിടന്ന് ഉറങ്ങുകയും ചെയ്തു അതിൻ്റെ കീഴിൽ. 11 മണി വരെ നമ്മൾ ആ 3 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ അവിടെ റെസിപ്റ്റ് കൊടുക്കും. ഫൈനലി നമുക്ക് തന്നെ ആദ്യം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പാൽപ്പായസത്തിനുള്ള ക്യൂ ആണിത്. അതെ, 3 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം കളി ഹാപ്പി. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഫൈനലി ആ റെസിപ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടുന്ന് നേരെ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ഓടുകയാണ് ചെയ്തത്. ആക്ച്വലി 50 പേർക്കുള്ള അന്നദാനം എന്നും അമ്പലത്തിൽ ഉണ്ടാവാറുണ്ട്. അതിനൊരു ചെറിയ ക്യൂ കുളത്തിനോട് ചേർന്നുള്ള ഒരു സദ്യാലയത്തിലുണ്ട്. അപ്പോൾ ആദ്യത്തെ 50 പേർക്ക് അവർ ടോക്കൺ കൊടുക്കും ആദ്യമേ. അത് വാങ്ങി പിന്നെ കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ചെന്നാൽ മതി. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു സ്റ്റാഫ് വന്ന് എല്ലാവർക്കും ടോക്കൺ കൊടുത്തു. പിന്നീട് ടോക്കൺ വാങ്ങിയിട്ട് നമ്മൾ ഒന്നും കൂടെ സ്ഥലമൊക്കെ ചുറ്റിക്കാണാനായിട്ട് ഇറങ്ങി. 12:30 കഴിയും കേട്ടോ അന്നദാനമൊക്കെ കിട്ടാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. കുളത്തിൻ്റെ ഭാഗത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പോയി കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് കണ്ടു. അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാനില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, നല്ല വിശപ്പായിരുന്നു ആ സമയത്ത്. നേരെ നമ്മൾ സദ്യാലയത്തിലേക്ക് പോയി. അധികം കറികളൊന്നുമില്ല കേട്ടോ, ചോറും സാമ്പാറും രസവും ഒരു അവിയലും പിന്നെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു. അത് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നേരെ പായസം വാങ്ങാനായിട്ട് ചെന്നു. പായസം വാങ്ങാൻ 1 മണിയാകുമ്പോഴത്തേക്കാണ് കൊടുത്തു തുടങ്ങുക. അപ്പോഴേ ക്യൂ ആയിട്ടുണ്ട്. അത് ഈ ചേട്ടന്മാരൊക്കെ പായസം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കാളീനെ ക്യൂവിൽ നിർത്തി ഞാൻ പായസം വാങ്ങി. ഞാനൊരു വീഡിയോ എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോഴത്തേക്ക് ആ നീല ഷർട്ടിട്ട് ചേട്ടൻ അത് കുളമാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ പായസം വാങ്ങുന്നതൊക്കെ കിട്ടി. ഇതേ കണ്ടില്ലേ, അവൻ്റെ കണ്ണിലെ സന്തോഷം കണ്ടില്ലേ. അങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് 2 ലിറ്റർ കിട്ടിയിരിക്കുകയാണ്. ഒരാൾക്ക് 1 ലിറ്ററേ കൊടുക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ വേഗം തിരിക്കാനുള്ള പ്ലാനാണ്. ഇവനിത് എങ്ങോട്ടാണ് പോകണേന്ന് എനിക്കറിയില്ല. ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, ചുറ്റുമുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മുറികളുള്ള കെട്ടിടങ്ങളാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ ഇറങ്ങുകയാണ്. 1:30ക്കാണ് ട്രെയിൻ. കൊല്ലത്തേക്കൊരു പാസഞ്ചർ ഉണ്ട്. അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടി ഗൈസ്. പായസം കിട്ടി ഗൈസ്. നമ്മൾ തിരിക്കുകയാണ്. പോവാം. ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് വന്നു. ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ഉണ്ട് കേട്ടോ, അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു നമ്മൾ. അങ്ങനെ ഇതാ നമ്മൾ ബൈ ബൈ പറഞ്ഞു. നമ്മളുടെ ട്രെയിൻ വൈകാതെ തന്നെ വന്നു. നേരെ വീട്ടിലേക്ക് പോകണം, എന്നിട്ട് വൈകിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലം എത്തിയിട്ട് അവിടുന്ന് ബസ്സിൽ പോകണം എനിക്ക് വീട്ടിലേക്ക് പോയി പായസമൊക്കെ കൊടുത്തു. ഒന്ന് ഫ്രഷായിട്ട് വൈകിട്ട് തിരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് തിരിക്കുകയാണ്. രാത്രി വീട്ടിൽ പോയി കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു. ഫ്രം കുണ്ട്ര ടു ട്രിവാൻഡ്രം. ബൈ ഗൈസ്. ഇത് വേറൊന്നുമല്ല, വൈകിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകാതിരുന്ന ട്രെയിനിൻ്റെ ടൈം എനിക്കൊന്ന് തെറ്റിപ്പോയി കേട്ടോ. റെയിൽവേ ടൈം ഒന്ന് ചതിച്ചതാണ്. അങ്ങനെ 15 മിനിറ്റ് മാത്രം ട്രെയിൻ എടുക്കാനുള്ള സമയത്തിൽ ഞാനത് കാണുകയും ഇവനെ പെട്ടെന്നൊരു ഓട്ടോയിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടിറക്കി. അവസാനം പാളത്തിലൊക്കെ കൂടെ ഓട്ടിച്ചാണ് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറിയത്. പക്ഷേ ആൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. നല്ലൊരു യാത്രയായിരുന്നു ഇന്നത്തെ ദിവസം. തിരികെ ട്രിവാൻഡ്രത്തേക്കുള്ള ഒരു യാത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കായലും ആ ഒരു സൺസെറ്റ് മോഡും ഒക്കെ കണ്ട്, നമ്മുടെ പറവൂർ കായലും അഷ്ടമുടി കായലും ഒക്കെ കണ്ട് എൻജോയ് ചെയ്താണ് പോയത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും, എന്നാലും എല്ലാവരും കാണുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.